Illustration number 1. EXE Limited acquires 70% of equity shares of Z Limited as on 31st March 2017 at a cost of 70 lakhs. So, EXE Limited, Z Limited acquire ചെയ്തു. EXE Limited ആണ് holding company, Z Limited subsidiary company. എത്ര holding interest എത്രയാണ്? 70%. Cost of acquisition അല്ലെങ്കിൽ investment എത്രയാണ്? 70 lakhs. The following information is available from the balance sheet of Z Limited as on 31st March 2017. So, balance sheet information തന്നിട്ടുണ്ട്. Fixed assets, investment, current asset, loans and advances, 15% debentures, current liabilities. The following revaluations have been agreed upon, not included in the above figures. So, revaluation ഉണ്ട്, അത് above figures include ചെയ്തിട്ടില്ല. Fixed assets up by 20%. So, fixed assets 20% increase ചെയ്തു. Investments down by 10%. So, investment 10% decrease ചെയ്തു. Then, Z Limited declared and paid dividend at the rate of 20% on its equity shares as on 31st March 2017. So, 20% dividend pay ചെയ്തു. EXE Limited purchased the shares of Z Limited at the rate of 20 per share. Goodwill അല്ലെങ്കിൽ capital reserve on acquisition of shares of Z Limited ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഗുഡ്വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിൻ്റെ വർക്കിംഗ് നോട്ട് ഏതാണ്? സെക്കൻഡ് വർക്കിംഗ് നോട്ട്. കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ് സെക്കൻഡ് വർക്കിംഗ് നോട്ട്. കോസ്റ്റ് ഓഫ് കൺട്രോൾ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സിഡിയറി കമ്പനിയിൽ നിന്നും പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ഗുഡ്വിൽ കിട്ടും, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അതെങ്ങനെ ചെയ്യും? നമുക്ക് അസറ്റ്സും ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. അസറ്റിൽ നിന്നും ലയബിലിറ്റീസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് അസറ്റ് കിട്ടും. നെറ്റ് അസറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ്? എത്ര? 70% ആണ് ഹോൾഡിംഗ്. അപ്പോൾ പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അതിൽ നിന്നും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുഡ്വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് കിട്ടും. സോ എന്താണ്? വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് കൺട്രോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നെറ്റ് അസറ്റ് കണ്ടുപിടിക്കാം. അസറ്റ് മൈനസ് ലയബിലിറ്റീസ്, അതിൻ്റെ 70% ആണ് ഹോൾഡിംഗ് ഇൻട്രസ്റ്റ്. അപ്പോൾ പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് കിട്ടി. റെഡ്യൂസ് ചെയ്യുമ്പോൾ ഗുഡ്വിൽ ആണെങ്കിൽ പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ഗുഡ്വിൽ, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. സോ ഫോർമാറ്റ് എഴുതാം. ഫസ്റ്റ് ഫിക്സഡ് അസറ്റ്സ് 120 + 20% 144 lakhs. ഇൻവെസ്റ്റ്മെൻറ്റ്സ് 55 - 10% 49.5. കറണ്ട് അസറ്റ്സും ലോൺസ് ആൻഡ് അഡ്വാൻസസും എടുത്തെഴുതാം. ടോട്ടൽ അസറ്റ് 278.5. അതിൽ നിന്നും 15% ഡിബഞ്ചേഴ്സും കറണ്ട് ലയബിലിറ്റീസ് 50യും റെഡ്യൂസ് ചെയ്യണം. സോ നമുക്ക് ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് 138.5 കിട്ടും. അതിൻ്റെ 70% ആണ് EXE's ഷെയർ ഓഫ് നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ 96.95 കിട്ടി. ഇനി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കണം. ഇവിടെ കോസ്റ്റ് 70 lakhsന് അക്വയർ ചെയ്തു. 70% ഇക്വിറ്റി ഷെയർസ് എത്ര അക്വയർ ചെയ്തത്? എത്രയാണ്? 70 lakhന്. സോ കോസ്റ്റ് ഓഫ് 70% ഇക്വിറ്റി ഷെയർസ് 70 lakh. പർച്ചേസ് പ്രൈസ് എത്രയാണ്? പർച്ചേസ് ഷെയർസ് അറ്റ് ദ റേറ്റ് 20 per share. സോ നമ്പർ ഓഫ് ഷെയർസ്, എത്ര ഷെയർസ് അക്വയർ ചെയ്തു? 70 lakh ഡിവൈഡഡ് ബൈ 20. 350,000 ഷെയർസ് EXE അക്വയർ ചെയ്തു. 350,000 ഷെയർസ് അക്വയർ ചെയ്തു. ഓക്കെ, ഇനി ഡിവിഡൻഡ് എത്രയാണ്? ഡിവിഡൻഡ് അറ്റ് ദ റേറ്റ് ഓഫ് 20%. അതായത് 100ന് 20% എന്ന് പറയുമ്പോൾ 2 per share ഡിവിഡൻഡ് കിട്ടി. എത്ര ഷെയറാണ്? 350,000 ഷെയർസ്. സോ 350,000 × 2 7 lakh നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടി. ഓക്കെ, ആ ഡിവിഡൻഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നിന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. 70 lakhs നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, EXEയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടുന്നത്. ഓക്കെ, സോ എന്താണ്? 70% ഷെയർസ് അക്വയർ ചെയ്തത് 70 lakh rupeesനാണ്. ഓക്കെ, എത്ര രൂപയ്ക്ക് അക്വയർ ചെയ്തത്? 20 per share. സോ 70 lakh ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് 350,000 കിട്ടും. അതേ ഇൻറ്റു 2 ഡിവിഡൻഡ് 100ന് 20% 2 ആണ്.
സോ ഡിവിഡൻഡ് 2 rupee per share ആണ്. സോ 3,50,000 ഇൻറ്റു 2 7 lakh ഡിവിഡൻ്റായിട്ട് ഇ എക്സിക്ക് കിട്ടി. ഓക്കെ, ബിക്കോസ് 31st March 2017 എന്ത് ചെയ്യുന്നത്, അക്വയർ ചെയ്യുന്നത്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതും സെയിം ഡേറ്റിലാണ്. സോ കോസ്റ്റിൽ നിന്നും ഡിവിഡൻഡ് മൈനസ് ചെയ്യുന്നതാണ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡേറ്റ് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ 70 lakh മൈനസ് 7 lakh ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ 63 lakhs ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നിന്നും എന്ത് ഇ എക്സ് ഷെയർ ഓഫ് നെറ്റ് അസറ്റ് മൈനസ് ചെയ്യുമ്പോൾ, കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നിന്നും പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഫിഗർ വരും 33.95. സോ അത് ക്യാപിറ്റൽ റിസർവ് ആണ്. പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഗുഡ് വിൽ. കോസ്റ്റിൽ നിന്നും നെറ്റ് അസറ്റിൻ്റെ ഷെയർ മൈനസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ഗുഡ് വിൽ, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ 33.95 is the capital reserve. Illustration number 2. A Limited acquires 70% of equity shares of B Limited. So A Limited holding company, B Limited subsidiary company, holding interest 70% on 1st April 2010. So 1st April 2010 ആണ് date of acquisition at a cost of 10 lakh. 10 lakh cost എന്ന് പറയുന്നത് cost of acquisition. When B Limited had an equity share capital of 10 lakh and reserves and surplus of 80,000. So first working out അറിഞ്ഞില്ലേ, analysis of net asset, അത് ആ ടേബിൾ പ്രിപ്പയർ ചെയ്യണം. In the 4 consecutive years, B Limited fared badly and suffered losses of 2,50,000, 4 lakh, 5 lakh, 1 lakh, 20,000 respectively. So consequent 4 years losses സംഭവിച്ചു. Thereafter 2014-15 ബി ലിമിറ്റഡിന് ടേൺ ഓവർ കിട്ടി, ആനുവൽ പ്രോഫിറ്റ് 50,000 കിട്ടി. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള 2 വർഷം, അതായത് 15-16, 16-17 ബി ലിമിറ്റഡിനും പ്രോഫിറ്റ് 1 lakhും 1,50,000 വീതം കിട്ടി. Show the minority interest and cost of control at the end of each year for the purpose of consolidation. So minority interest cost of control നമ്മൾ കണ്ടുപിടിക്കണം. സെയിം ടേബിൾ വരച്ചിട്ട് കണ്ടുപിടിക്കണം. സോ ടേബിൾ എങ്ങനെ വരും? പർട്ടിക്കുലേഴ്സ്, പ്രീ അക്വിസിഷൻ, പോസ്റ്റ് അക്വിസിഷൻ, ടോട്ടൽ. പ്രീ അക്വിസിഷൻ ആണ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ പ്രകാരമുള്ള എമൗണ്ട്. പോസ്റ്റ് അക്വിസിഷൻ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ദെൻ ടോട്ടൽ കോളമാണ് ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ. സോ ഡേറ്റ് ഓഫ് അക്വിസിഷനിൽ എന്താ നോക്കാം. വെൻ ബി ലിമിറ്റഡ് ഹാഡ് ആൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakh. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakhും റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് 80,000 ഉണ്ടായിരുന്നു. ഓക്കെ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് 80,000. ദെൻ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇൻ ദ 4 consecutive years, ബി ലിമിറ്റഡ് ഫെയർഡ് ബാഡ്ലി ആൻഡ് സഫേർഡ് ലോസസ് ഓഫ് 2. ഓക്കെ, സോ ഫസ്റ്റ് ഇയറിൽ നമുക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസും ലോസ് സംഭവിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണല്ലോ. സോ 2,50,000 റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാം. ദെൻ 10 lakh മൈനസ് ചെയ്യാനൊന്നുമില്ല, അപ്പോൾ 10 lakh തന്നെ ടോട്ടൽ വരും. ദെൻ 80,000 മൈനസ് 2,50,000 ചെയ്യുമ്പോൾ മൈനസ് 1,70,000 വരും. ഓക്കെ, ഇനി ടോട്ടൽ ചെയ്യുക. 10 lakh 80,000, 10 lakh പ്ലസ് 80,000, 10 lakh 80,000, ഇവിടെ മൈനസ് 2,50,000. ടോട്ടൽ കോളം നമ്മൾ ഒരിക്കലും ടോട്ടൽ ചെയ്യരുത്. ഓക്കെ, ദെൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് എത്രയാണ്? 70%. 10 lakh 80,000ൻ്റെ 70%, 7,50,000. ദെൻ ബാക്കി 30% ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്, 3,24,000. ഓക്കെ, അത് ക്ലോസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് നേരത്തെ ടോട്ടൽ ഇല്ലേ, ക്ലോസിങ്, അതാണ്. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര വരും? 10 lakh. റിസർവ്സ് ആൻഡ് സർപ്ലസ് മൈനസ് 1,70,000 വരും. സെക്കൻഡ് ഇയറിലും ലോസ് ആണ് സംഭവിച്ചത്, 4 lakh. സോ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്ന് മൈനസ് 4 lakh. ഓക്കെ, സോ 10 lakh മൈനസ് നത്തിങ്, 10 lakh. 1 lakh മൈനസ് 1,70,000, മൈനസ് 4 lakh, മൈനസ് 5,70,000. ഓക്കെ, ഇനി ടോട്ടൽ ചെയ്യാം. 10 lakhൽ നിന്നും 1,70,000 മൈനസ് ചെയ്യുമ്പോൾ 8,30,000, മൈനസ് 4 lakh തന്നെ വരും. അതിൻ്റെ 70% ഹോൾഡിംഗ് ഇൻട്രസ്റ്റ്, 30% മൈനോറിറ്റി ഇൻട്രസ്റ്റ്. നെക്സ്റ്റിലും സെയിം സ്റ്റെപ്പ്, ക്ലോസിങ് കൊണ്ടുവന്ന് ഓപ്പണിംഗ് എഴുതാം, ലോസ് കൊടുക്കുക, മൈനസ് ചെയ്ത് ടോട്ടൽ ചെയ്ത് എഴുതാം. ഓക്കെ,
അത് കഴിഞ്ഞ് 4 വർഷം ലോസാണ്, അതാണ് 4 ടേബിൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 50,000 2014-15 പ്രോഫിറ്റ് കിട്ടി. സോ ആ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റിസർവ്സ് ആൻഡ് സർവീസിൻ്റെയും ക്ലോസിങ് ക്യാരി ഫോർവേഡ് ചെയ്യാം. പ്രോഫിറ്റ് 50,000 കിട്ടി. സോ പോസിറ്റീവ് 50,000 മൈനസ് 11,90,000 പ്ലസ് 50,000 ചെയ്യുമ്പോൾ മൈനസ് 11,40,000 വരും. സെയിം തിങ് നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ പോലും അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് ബാക്കി മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് നെഗറ്റീവിൽ തന്നെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ചെയ്ത് വരുമ്പോൾ അവസാനം നമുക്ക് പോസിറ്റീവ് ഫിഗർ കിട്ടും. ഓക്കെ, ലാസ്റ്റ് 1,50,000 കൂടിയും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എഴുതുമല്ലോ നമ്മൾ. സോ 40,000 നേരത്തെ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ 10 lakhും 8,90,000 വരും. ചേഞ്ച് ഒന്നുമില്ല. 10 lakhും മൈനസ് 8,90,000 ഇത് രണ്ടും ടോട്ടൽ ചെയ്യുമ്പോൾ പോസിറ്റീവ് 1,10,000 കിട്ടും. സോ 1,10,000-ൻ്റെ 70% 77,000 ഹോൾഡിംഗ് ഇൻട്രസ്റ്റും ബാക്കി 30% 33,000 മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഈ ടേബിൾ പ്രിപ്പയർ ചെയ്യാം. ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മൈനോറിറ്റി ഇൻട്രസ്റ്റും കോസ്റ്റ് ഓഫ് കൺട്രോളും. സോ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ്. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്? അറ്റ് എ കോസ്റ്റ് ഓഫ് 10 lakh എക്വയർ ചെയ്തിരിക്കുന്നത് 10 lakh. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 10 lakh. പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് 7,56,000 മൈനസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഫിഗറാണ് 2,44,000. സോ ഗുഡ് വിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ 3,24,000, സെക്കൻഡ് ഇയറിൽ 2,49,000, തേർഡിൽ 1,29,000, ഫോർത്ത് മൈനസ് 21,000, ഫിഫ്ത്ത് മൈനസ് 57,000, സിക്സ്ത്ത് മൈനസ് 42,000, സെവൻത്ത് മൈനസ് 12,000, എയ്ത്ത് 33,000. സോ സെപ്പറേറ്റ് ടേബിൾ വരച്ചിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ഇതിന് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കൊടുക്കുക. കോസ്റ്റ് ഓഫ് കൺട്രോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എല്ലാത്തിലും വരും. ഓക്കെ.